സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ ദിനത്തിൽ നീന്തൽക്കുളത്തിൽ ആധിപത്യം സ്ഥാപിച്ച് തിരുവനന്തപുരം 24 മത്സരത്തിൽ 17 സ്വർണ്ണ മെഡലുകളോടെയാണ് തുടക്കം. നിലവിലെ ചാമ്പ്യൻ പട്ടത്തിന് എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്താൻ പോലുമായിട്ടില്ല. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന അക്വാറ്റിക് മത്സരങ്ങളിൽ മറ്റൊരാളെയും അരികത്തടുപ്പിക്കാതെ പോരാടുകയാണ് തിരുവനന്തപുരം ജില്ല. ആദ്യ ദിനത്തിൽ വിവിധ വിഭാഗങ്ങളിലായി 24 മത്സരങ്ങൾ, 17 സ്വർണം, 16 വെള്ളി, 10 വെങ്കലമടക്കം 143 പോയിന്റുകളുമായി ആധികാരികമായ കുതിപ്പ്. ഇത്തവണയും ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു ദിവസം ഇപ്പോഴും ട്രിവാൻഡ്രത്തിന് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്റ്റേറ്റ് സ്കൂൾസ് എല്ലാം ട്രിവാൻഡ്രത്തുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവും. നീന്തൽ മത്സരങ്ങൾ അവസാനിക്കാൻ 3 ദിവസങ്ങളാണ് ബാക്കി. 79 മത്സര ഇനങ്ങളുമുണ്ട്. അവിടെയും സ്വർണം മുങ്ങിയെടുക്കാമെന്നാണ് അനന്തപുരിയുടെ കുട്ടികളുടെ വിശ്വാസം. ഇത്തവണ നല്ല പെർഫോമൻസ് ആയിരിക്കും. കാരണം ഒരുപാട് പേര് തിരുവനന്തപുരത്തുണ്ട്, മെഡൽ വരാൻ ചാൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. നല്ല കോമ്പറ്റീഷനാണ്. പിന്നെ കഴിഞ്ഞ വട്ടത്തെ പോലെ അത്ര ഫൈറ്റ് വരത്തില്ല വേറെ ജില്ലകളിൽ നിന്ന്. ഇപ്പോൾ ട്രിവാൻഡ്രം തന്നെ ഇപ്രാവശ്യം ഇൻഡിവിജ്വൽ ഓവറോൾ അടിക്കുമെന്നാണ്. പിന്നെ എറണാകുളം നമ്മളെ കൂടെ വരുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. കപ്പ് കിട്ടുമായിരിക്കും. ശ്രമിക്കും, എല്ലാവരും ശ്രമിക്കുമല്ലോ. കിട്ടും. കൊച്ചിയിലെ സ്കൂൾ ഒളിമ്പിക്സിലും നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരത്തിന്റെ സമഗ്രാധിപത്യമാണ് കണ്ടത്. 74 സ്വർണം, 56 വെള്ളി, 60 വെങ്കലമടക്കം 654 പോയിന്റാണ് മുങ്ങി നിവർന്നെടുത്തത്. നീലക്കുളത്തിൽ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തുടരുകയാണ്. കടന്നുപോയ വർഷങ്ങൾക്ക് സമാനമായാൽ ഇത്തവണയും തലസ്ഥാനം സ്വർണ്ണക്കപ്പിൽ മുത്തമിടുമെന്നതിൽ സംശയമില്ല. ക്യാമറമാൻ രോഹിൻ രാജിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.